ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ ധർമ്മനോട് വന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ 2 കരിക്ക് വാങ്ങിച്ചിട്ട് വന്ന്. അതെന്തിനാടി, വ്രതമല്ലേ? അല്ലെങ്കിൽ തന്നെ ജലപാനം പോലും കഴിക്കരുതെന്നാണല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ദേ, അഗ്നിപൂജ കഴിയുന്നത് വരെ ദേവി ഒഴികെ ബാക്കി ആരും ഒരു വകയും കഴിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. അയ്യോ, എനിക്ക് അതുവരെയൊന്നും ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ധർമ്മേട്ടാ. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിലേ നീ എന്തിനാ വ്രതം എടുത്തത്? നിന്നെ ഇവിടെ ആരെങ്കിലും നിർബന്ധിച്ചോ? നിർബന്ധിച്ചില്ലല്ലോ. പിന്നെന്താ, നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ വ്രതം എടുത്തത്? ഒരു കുടുംബം ഒത്തൊരുമയോടുകൂടി എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ? വ്രതം എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം നീ ആഹാരം കഴിച്ചാൽ മതി എന്ന് സുകന്യയോട് ധർമ്മം പറയാട്ടോ. അപ്പോൾ സുകന്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വരാ, എൻ്റെ ദൈവമേ, ഓ, ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എങ്ങനെ പട്ടിണിയിരിക്കും ദൈവമേ. ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണം എന്തിനാ? കൃഷ്ണമംഗലത്ത് വിളിച്ച് പറഞ്ഞാൽ അവിടെ ഫുഡ് ഉണ്ടായി കാണുമല്ലോ, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാം, അതാകുമ്പോൾ ആരും അറിയത്തില്ലല്ലോ. അപ്പോൾ ധർമ്മം ചോദിക്കുന്നുണ്ട്, നീ എന്താടി ആലോചിക്കണത്? അല്ല, ധർമ്മേട്ടൻ പറയുന്നത് തന്നെ ശരി. എന്തായാലും ഞാൻ വ്രതം എടുത്തു, ഇനിയിപ്പോൾ 100% ഡെഡിക്കേഷൻ അതിന് കൊടുക്കാം. പിന്നെ ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ ഒരു ദിവസം കഴിയുന്നത് എനിക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും. പക്ഷേ എൻ്റെ ധർമ്മേട്ടന് വേണ്ടി ഞാൻ ആ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കും. ഏട്ടനിപ്പോൾ സന്തോഷമായോ എന്ന് സുകന്യ ചോദിക്കുകയാണ്. എന്നിട്ട് ധർമ്മം പറയുന്നുണ്ട്, സന്തോഷമായി. ശരി എന്ന് ധർമ്മൻ്റെ അടുത്തേക്ക് കയറി സുകന്യ ഇരിക്കുകയാണ് കേട്ടോ. അയ്യോ, എന്താ ഇത്, വ്രതമല്ലേ? അപ്പോൾ സുകന്യ ഉടനെ ചാടി എണീക്കുകയാണ്. ശരി, പിന്നെ അഗ്നിപൂജ നാളെ കഴിയുമല്ലോ, പിന്നെ ഇതൊന്നൊരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ പതുക്കെ അവിടെ നിന്ന് ചറുവാണ് കേട്ടോ. എന്നിട്ട് സുകന്യ വിചാരിക്കുകയാണ്, കൃഷ്ണമംഗലത്ത് വിളിച്ച് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ പറ്റും, എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അപ്പുറത്ത് രാജശ്രീയെ വിളിക്കുക കേട്ടോ. രാജശ്രീയോട് പറയുന്നുണ്ട്, അഗ്നിപൂജ ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും വ്രതം എടുത്തു, ഞാനും വ്രതം തന്നെയാണ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ പോലും വയ്യ. അയ്യോ, എന്താടി നീ പറയണത്? അയ്യോ, നാളെ അഗ്നിപൂജ കഴിയാതെ ഇവിടുന്ന് ഒരു ഗ്ലാസ് പച്ച വെള്ളം പോലും കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ തല കറങ്ങി തുടങ്ങി ചേച്ചി, എനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊണ്ടുവരുമോ? ഞാനൊന്ന് നോക്കട്ടെ. നോക്കിയാൽ പോരാ, എനിക്ക് തിന്നാൻ എന്തെങ്കിലും ചേച്ചി കൊണ്ട് തന്നേ പറ്റൂ. ശരി, നീ ഒന്ന് സമാധാനപ്പെട്ട്. പിന്നെ നീ കുറച്ച് കഴിഞ്ഞ് വിളിക്കുക, ഞാനവിടെ ആഹാരം എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കാം. അങ്ങനെ രണ്ടുപേരും ഫോൺ വയ്ക്കുക കേട്ടോ. അടുക്കളയിലാണെങ്കിൽ ദേവിക്കുള്ള ആഹാരത്തിന് വേണ്ടി വെള്ളം തിളപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഗോമതി. അപ്പോൾ തന്നെ ഗോമതിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം പോലെ വരുന്നുണ്ട്. അതും കണ്ടും കൊണ്ടാണ് ദേവി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ദേവി ഉടനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താ അമ്മയെ കാണിക്കുന്നത്? അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ദേവി അത് തൂക്കിയെടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. മോളെ, നീ അതൊന്നും തൂക്കിയെടുക്കല്ലേ, നല്ല തിളച്ച വെള്ളം നീ എന്തിനാണ് തൂക്കിയെടുത്തത്? എന്താ അമ്മയെ പറയണത്? ഞാനിപ്പോൾ അമ്മയെ വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിലേ അമ്മ ഇപ്പോൾ അവിടെ വീണേനെ. പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല. ആരാ പറഞ്ഞ ഒരു പ്രശ്നമില്ലെന്ന്? ഇപ്പം തല കറങ്ങി ഇവിടെ വീണേനായിരുന്നു. എൻ്റെ ദേവി, എനിക്കൊരു കുഴപ്പമില്ല. അമ്മ ദേ അവിടെ ഇരിക്കുക. അമ്മ ഇരുന്നില്ലെങ്കിൽ വേണ്ട, മീനു, മിത്രേ, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഉറച്ച് വിളിക്കുക കേട്ടോ. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, നീ എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കില്ല, അവർ പറഞ്ഞാലെങ്കിലും കേൾക്കുമല്ലോ. എടി, നീ പറഞ്ഞാലും ഞാൻ കേട്ടോളാം. അതല്ല, നിനക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പം ഞാനിവിടെ ഇരുന്നാൽ മതിയോ? എൻ്റെ അമ്മയെ, എനിക്കുള്ള ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അപ്പോൾ തന്നെ മീനും മിത്രയും കൂടെ വരുവാട്ടോ. എന്താ ചേച്ചി, എന്തിനാണ് വിളിച്ചത്? അമ്മയുടെ മുഖത്ത് നോക്കിയേ, നല്ല വ്യത്യാസമില്ലേ? നല്ല വളർച്ചയുണ്ട്. ഇപ്പം വീണേനെ ഇവിടെ തല കറങ്ങി. ആണോ? അപ്പോൾ തന്നെ മിത്ര പറയുന്നുണ്ട്, അതെ അപ്പച്ചി ഇന്നത്തെ ദിവസം ഒരു പച്ചവെള്ളം പോലും കഴിച്ചിട്ടില്ല. പിന്നെ ബോഡി നന്നായിട്ട് ഡീഹൈഡ്രേഷൻ ആയി കാണും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഹൈഡ്രജനോ? അതെന്താടി സാധനം? അയ്യോ എൻ്റെ അമ്മയെ, നിർജ്ജലീകരണം എന്ന് പറയും. അതായത് ശരീരത്തിൽ നിന്ന് വെള്ളം വറ്റി പോകുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ സാധാരണ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അമ്മ അങ്ങോട്ട് മാറിയിരിക്കും. എടി, എനിക്കങ്ങനെ മാറിയിരുന്നല്ലേ ദേവിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കണ്ടേ? ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞതാണ് മീനാക്ഷി. അത് ശരി, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്തിനാ? ഞാനും മിത്രയൊക്കെ ഇവിടെ ഇല്ലേ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം, അമ്മ അവിടെ ഇരുന്നോ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് മീനു പറയണ്ട, അതെ അമ്മ അവിടെ ഇരുന്നോ. മൂത്ത മരുമകളോട് സ്നേഹമുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഞങ്ങളുടെയും കൂടെ സ്വന്തം ചേച്ചിയായത്, ഞങ്ങൾക്കും ഉണ്ടാകാൻ അറിയാം. അപ്പോൾ ദേവിക്ക് വിഷമാവും കേട്ടോ. ദേവി പറയാം, എനിക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എനിക്ക് വിഷമങ്ങളുണ്ടായിരുന്ന സമയത്തല്ല എൻ്റെ അനിയത്തിമാർക്കും അമ്മയ്ക്കും ഒന്നും ഒരു വിഷമം ഉണ്ടാകരുത് ഞാൻ കാരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് പറയാം. അതെന്താ ഏട്ടത്തിക്ക് വിഷമം? ഒന്നുമില്ല, ഏട്ടത്തി കൂടെ നമ്മളെല്ലാവരും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം മീനാക്ഷി. എന്നിട്ട് പറയണത്, അമ്മ അവിടെ അനങ്ങാതിരുന്നോളണം. പിന്നെ ഞാനും മിത്രയ്ക്കും വ്രതമില്ല, അപ്പം മിത്രയ്ക്കും ദേവിക്കും കൂടെയുള്ള ആഹാരം മീനാക്ഷി മിത്രയും കൂടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് അമ്മയും ഏട്ടത്തിയും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്നോ. രണ്ടുപേരും കൂടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നോ, നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അങ്ങനെ അവരങ്ങനെ സന്തോഷത്തോടെ കുക്കിങ്ങൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക്
നമ്മുടെ സുകന്യ ആകെ വിശന്ന് തളർന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് അപ്പോഴാണ് രാജശ്രീയുടെ ഫോൺ വരുന്നത്. അപ്പോൾ രാജശ്രീ പറയാം, എടി നിനക്കുള്ള ആഹാരമെല്ലാം ഞാനവിടെ ആ മതിലിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, നീ മിണ്ടാതെ പോയി എടുത്തോ. ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി സുകന്യ നേരെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. എന്നിട്ടാണെങ്കിൽ അവിടെ ആഹാരം നോക്കുമ്പോൾ ചെറിയൊരു കാസറോള് എന്തോ ഫുഡൊക്കെ വെച്ചിട്ട് ആ മതിലിൻ്റെ പുറത്ത് ഇരിപ്പുണ്ട്. സുകന്യ പതിയെ പോയി അതങ്ങോട്ട് എടുക്കാൻ നോക്കാട്ടോ. കുനിഞ്ഞങ്ങനെ പോയി എടുക്കാൻ കാണുന്നുണ്ട് പാത്രം, പക്ഷേ കൈ കൊണ്ട് വെക്കുന്നത് പിന്നെ പാത്രം കാണുന്നില്ല. അയ്യോ ദൈവമേ, ഈ പാത്രം ഇത് എങ്ങോട്ട് പോയി ഈശ്വര, വിശന്ന് തല കറങ്ങിയപ്പോൾ ഓരോ തോന്നലായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട് ഇത്രയും. അതുപോലെ നമ്മുടെ മീനാക്ഷിയും കൂടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അവരുടെ കയ്യിലായി ഈ പാത്രം, അവർ കണ്ടു ഇത്. അപ്പോൾ അയ്യോ നിങ്ങളെന്താ ഇവിടെ? അല്ല എന്നാലും കൊള്ളാമല്ലോ, ഈ കൃഷ്ണമംഗലത്തുകാർ കാണിച്ചത് വലിയൊരു ചതിയാണല്ലോ എന്ന് പറയാട്ടോ മിത്ര. എന്താ കാര്യം? അല്ലെന്നേ, നമ്മളോട് അഗ്നിബുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ കടുത്ത വ്രതം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ഫുഡ് ഇവിടെ കൊണ്ട് വെച്ചത് ആ വ്രതം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ? ആണല്ലേ? ഇത് ആര് പറഞ്ഞിട്ടാവും? എന്തോ അവർ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നിങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷി കൊണ്ട് പറയാട്ടോ. അവർക്ക് മനസ്സിലായി സുകന്യയ്ക്ക് കൊണ്ടുവച്ച ഭക്ഷണമാണെന്ന്, സുകന്യ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറയാനുണ്ട്, ഒരു കാര്യം ചെയ്യാം മീനാക്ഷി ചേച്ചി, ഇതിനകത്തെ നല്ല ചൂട് പൊറോട്ടയും അതുപോലെ ഇതേ ബീഫ് ഫ്രൈയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം, എന്നിട്ട് വ്രതം കഴിയുമ്പോൾ നമുക്ക് ചൂടാക്കി കഴിക്കാം. ആഹാര സാധനമല്ലേ, എങ്ങനെ കളയാൻ പറ്റും എന്ന് മിത്ര പറയാട്ടോ. സുകന്യയാണെങ്കിൽ പെട്ടുപോയപ്പോൾ സുകന്യ പറയും, നിങ്ങളതിങ്ങ് തന്നേരം, ഞാൻ കൊണ്ടുവയ്ക്കാം. അയ്യോ ചേച്ചി കൊണ്ടുവയ്ക്കണ്ട, ഞങ്ങൾ തന്നെ കൊണ്ടുവച്ചോളാം എന്ന് പറയാട്ടോ. അങ്ങനെ സുകന്യയുടെ കയ്യിൽ നിന്ന് ആ ഫുഡ് നഷ്ടപ്പെടുക കേട്ടോ. അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ പരസ്പരം പറയുന്നുണ്ട്, കൊള്ളാം, എന്തായാലും സമ്മതിച്ച് തന്നിരിക്കുന്നു. ഇത് ഭയങ്കര ഉടായിപ്പ, എല്ലാവരോടും വ്രതം എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒളിച്ചപ്പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കില്ല ജോലിയില്ലേ എന്നിങ്ങനെ അവർ പറയട്ടെ പരസ്പരം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആനന്ദിനെയും ദേവീനെയും കാണിക്കട്ടെ. ദേവി കുറച്ച് നേരം ഇന്ന് നിൽക്കുകയും കുറച്ച് ജോലിയൊക്കെ ചെയ്ത കാരണം കാലിനൊക്കെ നല്ല വേദനയുണ്ട്, നീരുമുണ്ട്. അപ്പോൾ കട്ടിലിൽ ഇരുന്നിട്ട് നമ്മുടെ ആനന്ദ് കാലൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ദേവി ചോദിക്കുകയാണ്, മതി ഇനിയിപ്പോൾ എന്തായി? അതല്ലടി, ഞാൻ നന്നായിട്ട് തിരുമ്മിത്തരാം, ഇനിയിപ്പോൾ നീരൊക്കെ കയറി വന്നാലോ? അതൊക്കെ 7-8 മാസമൊക്കെ ആകുമ്പോഴല്ലേ ആനന്ദേട്ടാ, അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറഞ്ഞുകൊണ്ട്, മതി ഇനി ആനന്ദേട്ടൻ കിടന്ന് ഉറങ്ങിക്കോ. എടി ഞാനേ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന്. അത് ശരി, ഇനിയിപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങുന്നുള്ളൂ? അതെ, അതും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്ന്. അങ്ങനെ ദേവിയുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ആനന്ദ് ദിവസം ഉള്ളതുപോലെ തന്നെ. അങ്ങനെ ആനന്ദ് അങ്ങ് അറിയാണ്ട് ഉറങ്ങി പോവാണ്. അങ്ങനെ ദേവി തന്നെ ആനന്ദിനെ ആ കട്ടിലേക്ക് പിടിച്ച് നേരെ കിടത്തൊക്കെ ചെയ്യാണ് കേട്ടോ. തൊട്ടടുത്ത റൂമിലാണെങ്കിൽ ഗോമതിയും ബാലനും ഇവിടെ ഉണ്ട്. അപ്പം ഗോമതി ഓടിക്കൊണ്ട് പറഞ്ഞിട്ട് ബാലനോട്, ബാലേട്ടാ ഒരു കാര്യം, എന്താ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? അതല്ലെന്നേ, എല്ലാവരും നാളെ ഒരുമിച്ചല്ലേ ഇവിടുന്ന് അഗ്നിപൂജയ്ക്ക് വേണ്ടി പോവേണ്ടത്? മിത്രയും ദേവിയും മാത്രമല്ലേ ഇവിടെ നിൽക്കുന്നുള്ളൂ? അതെ അങ്ങനെ തന്നെ, എന്താടി കാര്യം? അല്ലെന്നേ, ഇപ്പം ആര്യം പറയുന്നുണ്ട് ആര്യം വരുന്നില്ല എന്ന്. അതെന്താ അങ്ങനെ? നീ സമാധാനപ്പെട്ട, ആര്യന് ജോലിയൊക്കെ ഉള്ളതല്ലേ, ജോലി ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ അങ്ങ് എത്തിക്കോളും. അല്ല അത് പറ്റില്ല, എനിക്ക് പേടിയാവുന്നു, കാരണം ഈ പൂജ കഴിയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളിൽ ഭയമുണ്ട് ബാലേട്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആര്യം നമ്മുടെ ഒപ്പം വരണം. പിന്നെ അവനെ പ്രത്യേകമായിട്ട് വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. എൻ്റെ പൊന്നു ഗോമതി, നീ ഒന്ന് സമാധാനപ്പെട്, ഞാനല്ലേ പറയുന്നത്, ആർക്കും ഒന്നും വരില്ല. അങ്ങനെയല്ല ബാലേട്ട, എനിക്ക് ആകെ ടെൻഷനാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ബാലേട്ടനോട് ചോദിക്കട്ടെ, എന്താ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന് നമുക്ക് താങ്ങാനാവോ? അതുമാത്രമല്ല ഞാനങ്ങ് പെട്ടെന്ന് മരിച്ചു പോയാൽ ബാലേട്ടൻ്റെ അവസ്ഥ എന്താവും ചോദിക്കാട്ടോ. ബാലൻ പറയുന്നുണ്ട്, ഒരിക്കലും നീ അങ്ങനെ പറയരുത്, നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല, ഞാനില്ലെങ്കിൽ നീയില്ല. പിന്നെ ആദ്യം അങ്ങനെ എന്നെ വിട്ട് നിനക്ക് പോകാൻ കഴിയില്ല, നിന്നെ വിട്ട് എനിക്കും പോകാൻ കഴിയില്ല, ജീവിതാവസാനം വരെ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും എന്ന് ബാലനും ഗോമതിയും കൂടെ പരസ്പരം സംസാരിക്കണം കേട്ടോ. പക്ഷേ ബാലനാണെങ്കിൽ അത് കേട്ട സമയം പോലെ സങ്കടമാവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ താൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നമ്മൾ പോവേണ്ടി വന്നാൽ ഒരുമിച്ച് തന്നെ പോവും, എന്നെ തനിച്ചാക്കിയിട്ട് തനിക്ക് പോകാൻ കഴിയില്ല, അതുപോലെ തിരിച്ചും അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം സ്നേഹം കൊണ്ട് സങ്കടപ്പെട്ടും കരയണം കേട്ടോ. അതൊക്കെ അങ്ങനെ അവരങ്ങനെ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ എപ്പിസോഡ്. ടീച്ചറുടെ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.